അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ഒരു വിശദമായ ചർച്ചയ്ക്ക് ശേഷമേ സാധിക്കുകയുള്ളൂ. കാരണം കുറ്റവാളികളാണ് എന്ന് കോടതി ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങളും അവരുടെ മറ്റ് റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ എന്തെങ്കിലും നമുക്ക് പിടിച്ചു വയ്ക്കുവാനോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മുതൽ കൂട്ടുവാനൊക്കെ സാധിക്കുകയുള്ളൂ. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ ആലോചിക്കും. അതാണ് പ്രധാനമായും പറയാനുള്ളത്. സുനിൽകുമാറിൻ്റെ കാര്യം ഇന്നിപ്പോൾ ബോർഡ് ചർച്ച ചെയ്യും. സുനിൽകുമാറിൻ്റെ കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നതിനെ സംബന്ധിച്ചും ഇന്ന് ബോർഡ് ചർച്ച ചെയ്യും. മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ ബോർഡിൽ ഇന്ന് വിശദമായി ചർച്ച ചെയ്യും. അല്ല, അങ്ങനെ പത്രത്തിൽ വന്ന വാർത്തയാണ് എനിക്കുള്ളത്. അതൊക്കെ അന്വേഷിക്കട്ടെ, അതൊക്കെ അന്വേഷിക്കാനല്ലേ, അതൊക്കെ വിശദമായി അന്വേഷിക്കാനാണല്ലോ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണ സമിതി വച്ച് പുറത്തു വരും. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്ന കാര്യത്തിൽ തർക്കമില്ല. അതുണ്ടാവും, എന്തായാലും ഉണ്ടാവും. അല്ല, അതിൻ്റെ ഒരു വിഷയം ഇല്ലല്ലോ. കാരണം അതിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അങ്ങനൊരു വിഷയമില്ലല്ലോ. സ്വാഭാവികമായും ഒരു അന്വേഷണ സമിതി വന്നു കഴിഞ്ഞു, കുറ്റവാളികളെ കണ്ടെത്തും. അതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ ആശങ്കയും ഇല്ല. ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് കുഴപ്പമില്ല, അതെല്ലാം നന്നായി നടക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എല്ലാവരും ശിക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് പ്രത്യേക അന്വേഷണ സംഘം SIT അന്വേഷണം നടത്തുന്നത് ഹൈക്കോടതിയുടെ സംരക്ഷണയിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.